അത്ഭുതങ്ങളുടെ മായാവർണ്ണം തീർക്കുന്നവളാണ് അമ്മ മറിയം. അവൾ വഴി കാനായിൽ അത്ഭുതം അരങ്ങേറിയതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലും അത്ഭുതങ്ങൾ അവൾ വഴി സ്വർഗം തീർക്കും. അത്ഭുതങ്ങളുടെ അമ്മയാണ് അമ്മ മറിയം. എല്ലാ മരിയ ഭക്തർക്കും മാതൃപാദയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ, തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ, ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും, സുവിശേഷ കതിരൊളികൾ തീർക്കും കന്യക നീ, തിരുസുതനോട് എന്നെ ചേർക്കും കരുണമയ്യും നീ. വാഗ്ദാനത്തിൻ പേടകമാണിന്നമ്മ, സ്വർണ്ണാലയമായി നിന്നെ തെളിയും അമ്മ, സ്വർഗ്ഗസിയോനിൽ എന്നെ ചേർക്കും അമ്മ, ശാരോണിൽ വിരിഞ്ഞ പൂവാണമ്മ, ശാരോണിൽ വിരിഞ്ഞ പൂവാണമ്മ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥനയുടെ 2ാം ദിവസമായ ഇന്ന് പരിശുദ്ധ കന്യകയെ ദൈവം തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. സകല മനുഷ്യരിൽ നിന്നും പരിശുദ്ധ കന്യകയെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. നിത്യകാലം മുതൽക്കേ തന്നെ മറിയത്തെ സ്വമാതാവായി തിരഞ്ഞെടുക്കുവാൻ ദൈവം നിശ്ചയിച്ചിരുന്നു. പരിശുദ്ധ കന്യക മറിയത്തെ പോലെ തന്നെ നമ്മെയും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തിരഞ്ഞെടുപ്പ് സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുവാൻ നാം ഓരോരുത്തർക്കും പരിശ്രമിക്കാം. തൃശൂർ അതിരൂപതാംഗമായ സ്റ്റാർസൺ അച്ഛനിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു നല്ല നിർവചനം ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ് പരിശുദ്ധ അമ്മ എന്നാണ് പറയുന്നത്. ഞാൻ ഈ ദിവസങ്ങൾ വിശുദ്ധ ആൽബർട്ട് എന്ന് പറയുന്ന വിശുദ്ധനെ പരിചയപ്പെടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ വായിച്ചു പോയപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തിയത് അയാളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരു സംഭവം. ആൽബർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചരിത്രം വഴിമാറ്റിയത് ആരാണെന്ന് അതിൽ വ്യക്തമായിട്ട് ഈ മനുഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. അതാരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: വിശുദ്ധ ആൽബർട്ടായി മാറിയതും ററ്റൻസ്ബർഗ് എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ മെത്രാനായിട്ട് മാറിയതിനൊക്കെ ഏക കാരണം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയെ കണ്ടെത്തുകയും ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ മറിയത്തിൻ്റെ മടിയിലിരുന്നു എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ മെയ് മാസത്തിൻ്റെ ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ നീലക്കാപ്പയുടെ സംരക്ഷണം അനുഭവിക്കുന്ന എന്നുള്ളതാണ്. കുറേ അധികം മക്കൾ ഈ ശുശ്രൂഷയുടെ ആദ്യ ദിവസങ്ങളിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ നീലക്കാപ്പയുടെ സംരക്ഷണം അനുഭവിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അമ്മയോട് ചേർന്ന് മെയ് മാസത്തിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ, അമ്മയോട് ചേർന്ന് യാത്ര ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ അയാളുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ കൃപ എന്ന് പറയുന്നത് ആ മനുഷ്യനിങ്ങനെ അമ്മയുടെ മകനായിട്ട്, അമ്മയുടെ മകളായിട്ട് അവരിങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല തെളിവായിട്ടാണ് ഈ ആൽബർട്ടിൻ്റെ ജീവചരിത്രം പറയുന്നത്. ആൽബർട്ട് കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ വളരെ ഷൈ ആയ ഒരു മനുഷ്യനായിരുന്നു. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ അവൻ്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവന് നാണമാണ്, പേടിയാണ്, അവനിങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഇൻട്രോവർട്ടഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഒരു കാരണവശാലും അവന് ഒന്ന് നേരെ നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കൂന പിടിച്ച ജീവിതത്തോടു കൂടെ എന്നൊക്കെയാണ് അവനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒന്നിനും പറ്റാത്ത ഒരു മനുഷ്യൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു സെമിനാരിയിൽ ചേരാനായിട്ട് തീരുമാനിച്ച് സെമിനാരിയിൽ ചെല്ലുന്നത്. സെമിനാരിയിൽ ചെന്ന് ദിവസങ്ങളും മാസങ്ങളൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഇവനെ ആൽബർട്ടിനെ കളിയാക്കാൻ തുടങ്ങി. കളിയാക്കുന്നതിൻ്റെ കാരണം എങ്ങനെയാണ്? ഇവന് പഠിക്കാൻ പറ്റുന്നില്ല. ഒരു സബ്ജക്റ്റ് പോലും അവനെടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒരു പരീക്ഷയിൽ പോലും വിജയം കിട്ടാത്തതിൻ്റെ പേരിൽ അവിടെയുള്ള വൈദികർ, അവൻ്റെ ബാച്ച്മേറ്റ്, കോളേജസൊക്കെ കളിയാക്കിയിട്ട് ഇവനെ ഇങ്ങനെ തകർത്ത് കളഞ്ഞു. അല്ലെങ്കിലോ ഇവന് പേടി, അതിൻ്റെ ഇടയിൽ ഈ കാര്യം കൂടെയൊക്കെ വരുമ്പോൾ ഇവനാകെ ഇങ്ങനെ തകർന്നു പോവാ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവൻ്റെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞത്, നിന്നെ സഹായിക്കാൻ ഒരു പക്ഷേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ മറിയത്തിന് സാധിക്കുമെന്ന്. ഇത് കേട്ടപ്പോൾ ഈ ബാലനായ എന്ന് പറഞ്ഞാൽ സെമിനാരിയിൽ 10-16 വയസ്സുള്ള സമയത്ത് ഇവൻ ഇങ്ങനെ ഓടി പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയിരുന്ന് കരയാൻ തുടങ്ങി.
അമ്മയുടെ അടുത്ത് പറഞ്ഞു, പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതം ഇങ്ങനെ തീരാണ്. എന്നെ ആർക്കും വേണ്ടാത്ത കറിവേപ്പിലയ്ക്ക് തുല്യമാണ് എൻ്റെ ജീവിതം. എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. മുന്നിൽ മുഴുവൻ ഇങ്ങനെ ശൂന്യതയാണ്. മുന്നിൽ ശൂന്യത മാത്രമായിടുന്നു. കൂടെ നിൽക്കാനാരും തുണയില്ലാതെ, കൂടെ നിൽക്കാൻ ആരും തുണയില്ല, മുന്നിൽ ശൂന്യത മാത്രമാണെന്ന് പറഞ്ഞിട്ട് അമ്മ മറിയത്തിൻ്റെ അടുത്തിരുന്ന് ഈ മനുഷ്യൻ കരയാൻ തുടങ്ങുക. ഈ മോനിങ്ങനെ കരയാൻ തുടങ്ങുക. കുറച്ചു നേരം കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ പ്രത്യക്ഷം ഈ മകൻ അനുഭവിക്കുകയാണ്. ആൽബർട്ട് തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും സുന്ദരിയായ, സ്ത്രീകളിൽ ധന്യയായ പരിശുദ്ധ മറിയ ഇങ്ങനെ ആൽബർട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എൻ്റെ മോനെ, ഞാൻ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. എൻ്റെ മടിത്തട്ടിൽ നീ ഇന്ന് മുതൽ ഇരിക്കാൻ തുടങ്ങിയ നിന്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുതങ്ങളുടെ പുതുവർണ്ണം തീർക്കുമെന്ന് അമ്മ ഇങ്ങനെ മകനായ ഈ ആൽബർട്ടിനെ പഠിപ്പിക്കുക. അന്ന് മുതൽ അവൻ പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കാൻ തുടങ്ങാം. സെമിനാരി കാലഘട്ടത്തിൽ പിന്നെ അവൻ മറ്റു കാര്യങ്ങളിലേക്കല്ല പോകുന്നത്. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മേ, നീ വിജയം നൽകി എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ ജീവിക്കാൻ തുടങ്ങാണ്. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയ ദിനരാത്രങ്ങൾ മുതൽ സുഭാഷിതങ്ങളിൽ പറയുന്ന, സുഭാഷിതം 8 ഒരു നല്ല തിരുവചനമുണ്ട്. അത് ഒരുപക്ഷെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഴയ നിയമത്തിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ടാണ്. ഞാൻ ഈ ദിവസങ്ങൾ ഇങ്ങനെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ, ജ്ഞാനത്തിൻ്റെ കതിരില്ലാത്ത രീതിയിൽ ഒന്നും അറിയാത്ത സമയത്ത്, ബിഗ് സീറോ ആയിട്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയിരുന്നിട്ട് പറഞ്ഞാൽ, അമ്മേ, അമ്മയുടെ മടിയിലിരിക്കാൻ എനിക്ക് പറ്റുള്ളൂ, വേറെ ഒന്നുമില്ല, ആരുടെ അടുത്തും പോയി ഇരിക്കാൻ പറ്റാത്ത സങ്കടമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ആൽബർട്ട് എടുത്ത് വായിക്കുന്നത് ഇപ്രകാരമാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പ്രബോധനം വെള്ളിക്ക് പകരവും എൻ്റെ ജ്ഞാനം വിശിഷ്ടമായ സ്വർണത്തെക്കാൾ വലുതാണ് എന്നുള്ളത് കേൾക്കാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയണേ. പരിശുദ്ധ അമ്മയുടെ അടുത്തിരിക്കുന്നവർക്ക് സ്വർണത്തെക്കാൾ അഴക്, വെള്ളിയേക്കാൾ കൃപ എന്ന് പറയുന്ന രീതിയിൽ ഈ ആൽബർട്ട് ജ്ഞാനത്തിൻ്റെ കേദാരമായ അമ്മയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങാം. അന്ന് മുതൽ ഇവൻ ഇങ്ങനെ പതുക്കെ ഉയരാൻ തുടങ്ങാം. പിന്നീട് എഴുതിയ പരീക്ഷകളിലൊക്കെ അവൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ വിജയം എന്ന് പറഞ്ഞാൽ ഫുൾ A+, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫുൾ A+ കിട്ടി സെമിനാരിയിലെ പഠനം പൂർത്തിയാക്കുന്നു, പുരോഹിതനാകുന്നു. വർഷങ്ങൾ കഴിയുമ്പോൾ വളരെ ചെറുപ്രായത്തിൽ റാറ്റൻസ്ബർഗ് എന്ന് പറയുന്ന രൂപതയുടെ മെത്രാനായിട്ട് ഇയാൾ അഭിഷിക്തനാവുകയാണ്. മെത്രാന്റെ കൈവെപ്പ് കിട്ടിയ ഉടനെ എന്ന് പറഞ്ഞാൽ പത്രോസ്ലീഹായുടെ ആ പകർച്ച, അനുഗ്രഹത്തിന്റെ പകർച്ച കിട്ടിയ ഉടനെ, മെത്രാനായ ഉടനെ തന്നെ ഈ ആൽബർട്ട് പറയുന്ന വാചകം എങ്ങനെയാണ്: ദിസ് ഈസ് നോട്ട് മൈ മെറിറ്റ്. ഇതെൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ സാമർഥ്യം കൊണ്ടോ എൻ്റെ അംഗീകാരം കൊണ്ടോ മറ്റുള്ളവരെന്നെ ഉയർത്തിയത് കൊണ്ടോ ഒന്നുമല്ല ഞാനിങ്ങനെയായത്. എൻ്റെ ഏറ്റവും വലിയ ഇതിനെല്ലാത്തിനും ഒരു ഭാഗ്യതാരകം പോലെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നിന്നു എന്ന് പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ പറയുന്ന കാര്യം എങ്ങനെയാണ്: പിന്നെ എൻ്റെ അതിരത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ്. ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ടോക്ക് കേൾക്കാനായിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെന്നൊക്കെ പറയുന്ന രീതിയിൽ ജീവിതം ഇങ്ങനെ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന മനുഷ്യനായിട്ട് ഇദ്ദേഹം ആൽബർട്ട് മാറിയത് പരിശുദ്ധ അമ്മയുടെ കൂടെ നിന്നപ്പോഴാണ്. എൻ്റെ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഓർത്തി, ഒരു ബുദ്ധിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര പേര് കളിയാക്കുന്നുണ്ട്. എത്ര മക്കൾ നമ്മളെടുത്ത് പറയുന്നുണ്ട്, നിനക്കാരും ഇല്ലല്ലോടാ, നീ എന്തിനാണ് ജീവിക്കണേ, നിന്റെ ജീവിതം ഇനി മതിയായില്ലേന്ന് നിന്നെ മറ്റുള്ളവർ കളിയാക്കുന്നവരുണ്ടാവാം. ഒരുപക്ഷെ നിനക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച എത്ര മക്കള്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അച്ഛനെ കാണാൻ കുറച്ച് മക്കളൊക്കെ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ മടുത്ത് അച്ഛാ, ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാധ്യതയില്ല, കരഞ്ഞ് തീരാണ്. പുറത്തൊക്കെ ചിരിക്കുന്നുണ്ട് അച്ഛാ, ഉള്ളിൻ്റെ ഉള്ളിൽ ചങ്ക് പെടയണ വേദന എന്ന് പറയണ മക്കള്. ഷാജിച്ചിൻ്റെ ഒരു നല്ല പാട്ടില്ലേ, അമ്മ മാതാവേ നീ മാത്രം അറിയുന്ന നൊമ്പരം ഒരുപാടുണ്ടെൻ്റെ ഉള്ളിൽ, പുറമേ ചിരിച്ചെന്നാൽ അകമേ കരയുന്ന നൊമ്പരം ഒരുപാടുണ്ട് എൻ്റെ ഉള്ളിൽ. പുറമെ ചിരിക്കുന്നുണ്ടാവാം, മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ വി ആർ വെരി നോർമൽ, പക്ഷേ ഇൻ അവർ ഹാർട്ട് വി ആർ അബ്നോർമൽ ബീയിങ്സ്. അങ്ങനെയല്ലേ? ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് അബ്നോർമാലിറ്റി കീപ്പ് ചെയ്യണവർ. ഇന്ന് നമ്മൾ ഈ ദിവസങ്ങൾ അമ്മയുടെ അടുത്തേക്ക് വാ, അമ്മയുടെ കൂടെ ചേർന്നിരിക്കുക. ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതമാണ് സ്നേഹമുള്ളവരെ. അമ്മയെ ഇങ്ങനെ കൂട്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ തരുന്ന ഓരോ കാര്യങ്ങൾ, പരിശുദ്ധ അമ്മ തരുന്ന വെളിപ്പെടുത്തലുകളാണ്. വചനത്തിൻ്റെ ഇങ്ങനെ എക്സ്പ്ലനേഷൻസ്
ശാലോമിലൊക്കെ തുടങ്ങിയിട്ട് 10-12 വർഷമായി വചനം പറയാനൊക്കെ തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഒരു വരി പറയാൻ പേടിയുള്ള അച്ഛനാ, ഒരു വരി പറയാൻ. ഈ സമയത്ത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം, പരിശുദ്ധ അമ്മയുടെ അടുത്ത് ജപമാല ചൊല്ലി അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ നിറയുന്ന അനുഭവമാണ്. നമുക്ക് ഈ മെയ് മാസ രാവുകളിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ആൽബർട്ടിനെ പോലെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മയെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് ഈ പുതിയ വർഷത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ തുടങ്ങ്, അമ്മയുടെ കൈ പിടിച്ച് അമ്മയുടെ സ്കൂളിൽ പഠിക്കുക. അങ്ങനെയാണ് ആൽബർട്ട് പറയണത്, ഞാൻ ഇന്ന് മുതൽ അമ്മയുടെ സ്കൂളിലെ സെൻറ് മേരീസ് സ്കൂളിലെ അംഗമാണെന്ന് പറ. അമ്മയുടെ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയും തോറ്റുപോയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തിൽ അമ്മ വഴി ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ, വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും തുടർന്ന് ഈ മെയ് മാസത്തിൻ്റെ സംഭവങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ലുത്തിനിയയിലൂടെ, അമ്മയുടെ ഇരടുകളിലൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവായ ഈശോയെ, ഇന്ന് ഈ മെയ് മാസ രാവിൽ, ഈ മെയ് മാസ പകലിൽ സങ്കടത്തോടുകൂടെ ശുശ്രൂഷയിൽ കാണുന്ന, സങ്കടത്തോടുകൂടെ കരഞ്ഞ് തളർന്നവർക്ക്, കരഞ്ഞ് തളർന്ന് കണ്ണീര് വീണ് നനവാർന്ന നെഞ്ചിൽ അമ്മയുടെ ഒരു സാന്ത്വനം അനുഭവിക്കാൻ ഇടവരുത്തണമേ. ആൽബർട്ടിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ, അനേക മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ, സുഭാഷിതങ്ങളുടെയും പ്രഭാഷകന്റെയും പുസ്തകത്തിൽ പറയുന്നത് പോലെ ജ്ഞാനത്തിൻ്റെ കതിരൊളി പരിശുദ്ധ അമ്മയിലൂടെ നൽകട്ടെ. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും ഉന്നത വിജയങ്ങൾ വരും ദിവസങ്ങളിൽ ഇത് സാക്ഷ്യപ്പെടുത്താൻ, ഈ ശുശ്രൂഷയിലൂടെ തന്നെ സാക്ഷ്യപ്പെടുത്താൻ, ഉന്നത വിജയം നേടിയതിൻ്റെ സംഭവങ്ങൾ പറയാൻ ഇടവരുത്തുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ. പരിശുദ്ധ അമ്മയുടെ വണക്കമാസം ആചരിക്കുമ്പോൾ 2ാം ദിനമായ ഇന്ന് വിക്ടർ ഹ്യൂഗോയെ കുറിച്ചാണ് നാം കേൾക്കുന്നത്. വിക്ടർ ഹ്യൂഗോയെ പോലെയുള്ള മഹാനായ ഈ വ്യക്തിയിലൂടെ പരിശുദ്ധ അമ്മയുടെ ഭക്തിയിലേക്ക് കടന്നു വന്ന ഒരുപാട് മക്കളെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. മരിയ ഭക്തനായ അദ്ദേഹം എപ്രകാരമാണോ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച വിദ്യാർത്ഥികളെ മരിയ ഭക്തിയിലേക്ക് പ്രവേശിപ്പിച്ചത്, അത്തരത്തിൽ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവരെ മരിയ ഭക്തിയിലേക്ക് ആനയിക്കാൻ സാധിക്കുമോ? സംഭവം: ഫ്രാൻസിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ വിനോദയാത്ര നടത്തുകയായിരുന്നു. അവരോടൊപ്പം തീവണ്ടിയിൽ കയറിയ വൃദ്ധനായൊരു യാത്രക്കാരനെ അവർ ശ്രദ്ധിച്ചു. വൃദ്ധൻ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജപമാലയെടുത്ത് ജപിച്ചുകൊണ്ട് പ്രാർത്ഥന നിമഗ്നനായി. അയാളുടെ മതവിശ്വാസത്തിൽ അവജ്ഞ തോന്നിയ നിരീശ്വരവാദികളായ ചില വിദ്യാർത്ഥികൾ ആ വൃദ്ധനെ അപഹസിച്ചുകൊണ്ട് സംഭാഷണം ആരംഭിച്ചു. ഇത് കേട്ടിട്ടും അദ്ദേഹം പ്രാർത്ഥന തുടർന്നു. പിന്നീട് അയാളുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചു. അവയ്ക്കെല്ലാം അദ്ദേഹം പ്രശാന്തനായി മറുപടി പറഞ്ഞു. അവരുടെ സംഭാഷണം സാഹിത്യപരമായ കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ അന്നത്തെ പ്രശസ്ത നോവലിസ്റ്റും ഫ്രഞ്ച് സാഹിത്യത്തിലെ അനിഷേധ്യ നേതാവുമായ വിക്ടർ ഹ്യൂഗോവിനെ പറ്റി പരാമർശിച്ചു. ഹ്യൂഗോവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ട് എന്ന കാര്യം അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു. അവർ വിക്ടർ ഹ്യൂഗോയുടെ ഗുണഗണങ്ങൾ സവിസ്തരം പ്രതിപാദിച്ച് യാത്ര അവസാനിച്ച് വിട ചോദിക്കവേ ആ വൃദ്ധൻ അവരോട് പറഞ്ഞു, വിക്ടർ ഹ്യൂഗോയെക്കുറിച്ച് ഒരു കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞില്ല. എന്താണത്? അവർ ചോദിച്ചു. അദ്ദേഹം ഒരു യഥാർത്ഥ മരിയഭക്തൻ കൂടിയാണ്. എന്താണതിന് തെളിവ്? നിങ്ങൾക്കത് എങ്ങനെ അറിയാം? വൃദ്ധൻ സുസ്മേരവദനായി ഇപ്രകാരം പ്രതിവചിച്ചു. നിങ്ങൾ പ്രകീർത്തിച്ച വിക്ടർ ഹ്യൂഗോ ഞാൻ തന്നെയാണ്. നിങ്ങളുടെ മുൻപിൽ വെച്ച് കൊന്ത ജപിച്ച ഞാൻ വേറെ തെളിവ് നൽകണമോ? ആ വിശ്രുത സാഹിത്യകാരനോട് ക്ഷമാപണം ചെയ്തതിനു ശേഷമാണ് വിദ്യാർത്ഥികൾ അവിടെ നിന്നും പോയത്. പ്രാർത്ഥന. ലോകപരിത്രാതാവിന്റെ മാതാവാകുവാൻ ദൈവത്താൽ പ്രത്യേകവിധം തെരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യകയെ ഞങ്ങളും സ്വർഗഭാഗ്യത്തിന് അർഹനായി തീരുന്നതിനുള്ള അനുഗ്രഹം ദൈവത്തോട് അപേക്ഷിച്ച് തരുവിക്കണമേ. ഞങ്ങളുടെ ലോക ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു.
അവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് ഞങ്ങൾ അങ്ങയോടുകൂടി സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹനായി തീരുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങൾ ബലഹീനരാണ്. അവിടുത്തെ മധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ട്. നന്മ നിറഞ്ഞ അമ്മേ, നിന്റെ ശക്തിയാൽ സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നതുവരെയും ഞങ്ങളെ നിരന്തരമായി സഹായിക്കണമേ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിവേക ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി
വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി.
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സുഹൃത്ത് ജപം. ദൈവമാതാവായ കന്യകാമറിയമേ, ഞങ്ങൾക്കും നീ മാതാവാകണമേ. മെയ് മാസപ്പൂവേൻ സ്വർഗം ചാർത്തിയൊരഴകേ,